നമസ്കാരം. നാളെ ആരംഭിക്കുന്നു ഈ വർഷത്തെ അതിവിശിഷ്ടമായ സ്കന്ദഷഷ്ഠി വ്രതം. മുരുകനെ സ്മരിച്ചുകൊണ്ടുള്ള 6 ദിവസങ്ങളുടെ ആത്മീയ യാത്രയാണിത്. ഓരോ വർഷവും ഈ ദിവസങ്ങൾ ഭക്തന്മാർക്ക് ഒരു പുത്തൻ പ്രചോദനമാണ് നൽകുന്നത്. പക്ഷേ ഈ യാത്രയുടെ തുടക്കം ഒരു സത്യമായ തീരുമാനത്തിലാണ് നമ്മൾ. മുരുക, ഞാൻ ഈ 6 ദിവസം നിനക്കായി മാത്രം മാറ്റിവെക്കുന്നു. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ 6 ദിവസങ്ങളിലെ ആത്മീയ അർത്ഥം എന്താണ്, വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായ പൂജകളും മന്ത്രങ്ങളും എന്തൊക്കെയാണ്, മുരുക ഭഗവാൻ നമ്മളോട് ചേർന്നിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നെല്ലാം തീർച്ചയായും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നതാണ്. ഇതിനു മുൻപ് സ്കന്ദഷഷ്ഠി വ്രതം പൂർണ്ണമായി എങ്ങനെ നോൽക്കാം എന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഇനിയും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ. പൂർണ്ണമായിട്ടുള്ള വിവരം അതിലുണ്ട്. എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത്, ആഹാര രീതി എന്താണ്, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും സംശയങ്ങൾ നിവർത്തിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അതിലും പിന്നെയും ധാരാളം സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അമ്മമാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ലളിതമായിട്ട് വീട്ടിലിരുന്ന് നമ്മൾക്ക് ചെയ്യാവുന്ന പൂജകൾ എന്തൊക്കെയാണ്, നാമങ്ങൾ എന്തൊക്കെയാണ്. എല്ലാ ദിവസവും ഈ 6 ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ലല്ലോ. വീട്ടിലിരുന്ന് നമ്മൾ ഈ 6 ദിവസവും ചൊല്ലേണ്ടതായ മന്ത്രങ്ങളുണ്ടോ? തീർച്ചയായും ഉണ്ട് കേട്ടോ. അതായത് ഓരോ ദിവസവും ഓരോ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ടതായ മന്ത്രങ്ങളുണ്ട്. ഇതിലേക്കൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മൾക്ക് ഷഷ്ഠിവ്രതമൊക്കെ നോക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും ഏട്ടന്മാർക്കും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. നമുക്കറിയാം, സ്കന്ദഷഷ്ഠി വ്രതം എന്നാൽ ഒരു ആചാരമല്ല, അത് മനസ്സിന്റെ ശുദ്ധീകരണത്തിന്റെയും ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും എല്ലാം കൂടി ചേർന്നുള്ള ഒരു യാത്രയാണ്. മുരുകൻ സൂരപത്മനെ ജയിച്ചതുപോലെ നാം ജീവിതത്തിലെ ഭയങ്ങൾ, സംശയങ്ങൾ, വിഷാദങ്ങൾ എല്ലാം ജയിക്കാനുള്ള ഒരു 6 ദിവസങ്ങളാണ് നമ്മൾക്ക് മുൻപിലുള്ളത്. നമ്മൾ പലരും ഭയങ്കര ധൈര്യം ഇല്ലാത്തവരാവും, ഭയങ്കര വിഷമങ്ങളുള്ളവരാവും അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ വരുന്നതിനൊപ്പം ഒരുപാട് സങ്കടങ്ങളും വരുന്നുണ്ടായിരുന്നു. അതായത് വ്രതം ഇതുവരെ എടുക്കാൻ സാധിക്കാത്തവരും വ്രതം എടുക്കാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടും എന്തോ ഒരു ധൈര്യക്കുറവ് മൂലം മടിച്ചു നിൽക്കുന്നവരും എല്ലാം തന്നെ ആ ഒരു കമന്റ് ബോക്സിൽ നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില അമ്മമാർക്ക് നല്ല വിഷമമാണ്. അതായത് വീട്ടിൽ പൂജാമുറിയില്ല, നിലവിളക്ക് തെളിയിക്കാനില്ല, ചിത്രമില്ല ഭഗവാൻജി എന്നൊക്കെ പറയുന്ന ധാരാളം കമന്റ്സുകളും നമ്മളുടെ മുൻപിൽ എത്തുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ നമ്മുടെ കണ്ണുകൾ നിറയ്ക്കുന്നുണ്ടായിരുന്നു, മനസ്സ് നിറയ്ക്കുന്ന ധാരാളം കമന്റ്സ് ഉണ്ടായിരുന്നു. വീഡിയോ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് കാണുമ്പോൾ, ഒരുപാട് ഉപകാരപ്രദമാകുന്നു എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സ് അത്രയും ഭഗവാൻ നിറയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പറയാനുള്ളത്, ആ ഒരു സംശയത്തിന്റെ ഭാഗമായിട്ടാണ് ചെറിയ രീതിയിൽ എന്തൊക്കെ നാമങ്ങൾ ചൊല്ലാം, വഴിപാടുകൾ നമുക്ക് വീട്ടിൽ ഭഗവാന് വേണ്ടി പൂജകൾ ചെയ്യാം എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നതിന്റെ പേരിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ അതോടൊപ്പം തന്നെ ഭഗവാന്റെ ചിത്രമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന അമ്മമാരോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ മനസ്സാകുന്ന ശ്രീകോവിലിലെ ഭഗവാനെ അത്രമേൽ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തുമ്പോൾ വീട്ടിലൊരു ചിത്രമില്ലെങ്കിലും ഒട്ടും സാരമില്ല. ഭഗവാൻ അത്രമേൽ ചേർന്ന് മനസ്സിലല്ലേ ഇരിക്കുന്നത്. അതിലും വലിയൊരു ചിത്രം മുൻപിൽ വേണമെന്നുണ്ടോ? മനസ്സാകുന്ന ശ്രീകോവിലിൽ ഭഗവാൻ അത്രയും നിറഞ്ഞു നിൽക്കുകയല്ലേ. അപ്പോൾ നിങ്ങളുടെ അത്രയും ധന്യത നിറഞ്ഞ അമ്മമാരുണ്ടാവുമോ? ഒട്ടും തന്നെ ഉണ്ടാവില്ല. അത് തീർച്ചയായും മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഭഗവാനെ ചേർത്ത് പിടിച്ചാൽ മാത്രം മതിയാകും. ഭഗവാൻ എപ്പോഴും ധൈര്യത്തിന് നമ്മളുടെ കൂടെ കാവലായിട്ടുണ്ട്. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് വെറും ഒരു ഈശ്വരൻ മാത്രമല്ല, ധൈര്യത്തിന്റെ പ്രതീകമാണ്. നമ്മൾ എത്ര തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ നിമിഷമെങ്കിലും ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി നമ്മൾക്ക് കാവലായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും, ഒരു തടസ്സത്തിനും, ഒരു ശത്രുവിനും ഭഗവാൻ നമ്മളെ വിട്ടുകൊടുക്കില്ല. നമ്മൾക്ക് ധൈര്യം പകർന്നു തന്ന് നമ്മളുടെ കൂടെ കാവലായിട്ട് കൈ പിടിച്ച് ഭഗവാൻ നമ്മളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും മടിച്ചു നിൽക്കേണ്ട. ഈ 6 ദിവസത്തെ വ്രതം എടുക്കാനായിട്ട് അതിന്റെ തയ്യാറെടുപ്പുകൾ ഇന്ന് തന്നെ, ഒക്ടോബർ 21-ാം തീയതിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതെങ്കിൽ ഇന്നേ ദിവസം വൈകിട്ടാണ് അതിനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ഇന്ന് തന്നെ തയ്യാറായിക്കോളൂ. എത്ര വലിയ തടസ്സങ്ങൾ നിങ്ങളെ ഈ വ്രതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തടസ്സപ്പെടുത്തി മുൻപിലുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് മനസ്സിൽ നിങ്ങൾക്ക് ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും ഉണ്ടെങ്കിൽ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. തീർച്ചയായിട്ടും ഭഗവാൻ കൂടെ തന്നെയുണ്ട്. ഈ വ്രതം നോൽക്കാൻ തയ്യാറായിക്കോളൂ എന്നൊരു ഉറപ്പ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി ഈ നിമിഷം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ വ്രതത്തിന്റെ ആദ്യ പടിയായിട്ട് നമ്മൾക്ക് വേണ്ടത് ശുദ്ധമായ ഒരു മനസ്സും ധൈര്യമുള്ളൊരു മനസ്സുമാണ്. എന്ത് വന്നാലും ഞാൻ ഈ വ്രതം ഭഗവാന്റെ എടുക്കും, അതിനെന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. അന്ന് പ്രത്യേകമായി എനിക്ക് വലിയ വലിയ പൂജ കർമ്മങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളോ
അല്ലെങ്കിൽ ആഹാര രീതികളിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകളോ ഒന്നും എന്തു തന്നെയായാലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്റെ മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടല്ലോ, ഞാൻ വ്രതം എടുക്കും. ഇതുവരെ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ വ്രതം നോൽക്കാവുന്നതാണ്. ഭഗവാൻ നമ്മളോട് എന്താണ് പറയുന്നത്? നിന്റെ മനസ്സ് വിശ്വാസത്താൽ നിറഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ കൂടെയുണ്ട്, നോക്കിക്കോളാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ വ്രതം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ ദിവസം ഒക്ടോബർ 21 വൈകിട്ട് നിങ്ങൾ തയ്യാറാവാൻ പോവുകയാണ്. വീട്ടിലൊരു ചെറിയ സ്ഥലം ഭഗവാനായിട്ട് ഒരുക്കി വെക്കുക. അത് നിങ്ങളുടെ മനസ്സാണെങ്കിൽ ആ സ്ഥലം മാത്രം മതിയാവും, പ്രത്യേകിച്ച് സ്ഥലമില്ല എന്ന് പറയുന്നവരോടാണ്. അവിടെ ഒരു ദീപം, പൂവ്, വെള്ളം ഇത്ര മാത്രം മതി. ഭഗവാന്റെ ഒരു ചിത്രമുണ്ടെങ്കിൽ അതും മാത്രം മതിയാവും. രാത്രി ആ സ്ഥലം ശുദ്ധമാക്കിയിട്ട് മനസ്സിൽ പറയുക, ഭഗവാനെ, നാളെ മുതൽ ഞാൻ ഈ യാത്ര ആരംഭിക്കുന്നു. നീ എനിക്ക് ധൈര്യവും കാവലും തരണമേ. മനസ്സിൽ ആ തീരുമാനം നിങ്ങൾ എടുത്താൽ വ്രതം ഇന്ന് തന്നെ ആരംഭിച്ചു എന്നർത്ഥം. അടുത്ത ദിവസമായ ഒക്ടോബർ 22 വ്രതം തുടങ്ങുന്ന ദിവസം അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിലായാൽ അത്രയും നല്ലത്. എത്രയും നേരത്തെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ അത്രയും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നല്ലൊരു വസ്ത്രമൊക്കെ, വൃത്തിയുള്ളൊരു വസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാന്റെ മുൻപിൽ ദീപം തെളിയിക്കുക. ചിത്രത്തിന്റെ മുൻപിൽ നിലവിളക്ക് സാധാരണ പോലെ കൊളുത്താം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭഗവാന് ഈ 6 ദിവസങ്ങളിലും ചെറിയൊരു ചിരാതില് നെയ്വിളക്ക് കൊളുത്തി വെച്ചാൽ അത്രയും നല്ലതാണ്. ചിലവർക്ക് വീട്ടിൽ നെയ്യൊന്നും ഉണ്ടാവില്ല, വിഷമിക്കേണ്ട. സാധാരണ പോലെ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഭഗവാൻ അങ്ങ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പം നാളത്തെ ദിവസം നിങ്ങൾ ചൊല്ലേണ്ട ഭഗവാന്റെ മൂലമന്ത്രം ഏറ്റവും ശക്തിയുള്ളൊരു മന്ത്രമാണ്. നാളത്തെ ദിവസം എന്ന് പറഞ്ഞതുകൊണ്ട് നാളെ മാത്രമല്ല കേട്ടോ, സദാസമയം ഭഗവാന്റെ ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാം. ഭഗവാൻ കാവലായിട്ട് കൂടെ ഇരിക്കുന്ന മന്ത്രമാണ് ഓം ശരവണ ഭവ. 108 തവണ ചൊല്ലാൻ ശ്രമിക്കുക. ഇത് കുറച്ച് നമ്പേഴ്സിലൊക്കെ ചൊല്ലാം, പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല. ഉറപ്പായിട്ടും 108 തവണ നിങ്ങൾ നാളെ ചൊല്ലിയേ മതിയാവൂ. 108 തവണ രാവിലെയും ചൊല്ലുക, 108 തവണ വൈകിട്ടും ചൊല്ലുക. നമ്മൾ വ്രതം തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ്. ഇതിനകത്ത് ഭഗവാനെ കളിപ്പിച്ചിട്ട് കുറച്ച് നമ്പേഴ്സിൽ ചൊല്ലാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. 108 തവണ തന്നെ നാളെ ചൊല്ലണം കേട്ടോ. അന്നേ ദിവസം മുഴുവൻ ഭഗവത് നാമങ്ങളും ചിന്തകളും മനസ്സിലും നാവിലും നിറയണം. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയോ കുറ്റം പറയുകയോ മനസ്സിലിങ്ങനെ വിഷമം നിറച്ചിട്ട് നെഗറ്റീവ് ചിന്തകളിൽ ഇരിക്കുകയോ ഒന്നും വേണ്ട. മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. ഞാനിതാ സ്കന്ദഷഷ്ഠി വ്രതം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ എന്നും കാവലായിട്ട് എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഞാൻ ധാരാളം പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായും കടബാധ്യതകളും ക്ലേശങ്ങളും മനപ്രയാസവും എന്ന് വേണ്ട എല്ലാവിധ പ്രശ്നങ്ങളും കാലെടുത്ത് വെക്കുന്ന ഭാഗത്തെല്ലാം പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എങ്കിലും ഞാൻ ഈ 6 ദിവസത്തെ വ്രതം തുടങ്ങിയിട്ടുണ്ട്. ഈ 6 ദിവസം ഞാൻ വ്രതം പൂർത്തിയാക്കുന്ന സമയം മുതൽ ഭഗവാൻ എന്നോട് ചേർന്ന് തന്നെയുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് എൻ്റെ മാറി ജീവിതം ഐശ്വര്യപൂർവ്വവും സമാധാനപൂർണവുമാകാൻ പോവുകയാണ് എന്നുള്ളൊരു ഉറപ്പ് തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. ഇനി 2ാം ദിവസമായ ഒക്ടോബർ 23 ഭഗവാന്റെ ഏറ്റവും ശക്തിപൂർണമായ മന്ത്രമായ ഓം ഷൺമുഖായ നമ എന്ന മന്ത്രം നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്. അതിനർത്ഥം ഇതാണ്: 6 മുഖങ്ങളുള്ള ദൈവമായ ഭഗവാനെ, നിനക്ക് നമസ്കാരം. എല്ലാ ശക്തിയും പകർന്നു നൽകി കൂടെ ഉണ്ടാകണമേ എന്നൊരു പ്രാർത്ഥനയാണ് ഈ ഒരു സമയം നമ്മൾ ഭഗവാന്റെ മുൻപിൽ വെക്കുന്നത്. ഈ ദിവസങ്ങളിൽ ധൈര്യവും ആത്മവിശ്വാസവും പകർന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ളത്. ഓം സ്കന്ദായ നമ. യുദ്ധത്തിൽ ജയിച്ച സ്കന്ദനെ നിനക്ക് നമസ്കാരം എന്നാണ് ഇതിനർത്ഥം. പ്രയാസങ്ങളെല്ലാം മറികടക്കാനും എല്ലാ തടസ്സങ്ങളും നീങ്ങാനും വേണ്ടിയിട്ടാണ് ഓം സ്കന്ദായ നമ എന്ന ഭഗവാന്റെ മന്ത്രം നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ളത്. ഇനി 3ാം ദിവസം ജ്ഞാനത്തിനും ആന്തരിക ശക്തിക്കും വേണ്ടിയിട്ട് ഒക്ടോബർ 24 നമ്മൾക്ക് ഓം കുമാരായ നമ എന്ന ഭഗവാന്റെ മന്ത്രം ചൊല്ലാവുന്നതാണ്. ബാലമുരുകനെ സ്മരിച്ചുകൊണ്ട്, ബാലമുരുകനെ ജ്ഞാനസ്വരൂപനെ നിനക്ക് നമസ്കാരം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഓം കുമാരായ നമ എന്ന ഭഗവാന്റെ മന്ത്രം ചൊല്ലുന്നത്. മനസ്സിനും ബുദ്ധിക്കും ശുദ്ധിയും തെളിച്ചവും ലഭിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ ഉദ്ദേശിച്ചിട്ട് കുട്ടികളോടും കൂടി ചേർന്നിട്ട് ഭഗവാന്റെ ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി 4ാം ദിവസമായ ഒക്ടോബർ 25 ശാന്തിയും സമാധാനവും ഭഗവാന്റെ മുൻപിൽ അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ദിവസമാണ്. 4ാം ദിവസം നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. ഒരു കപ്പ് പാൽ ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് വിളക്കിന്റെ മുൻപിൽ കൊണ്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്.
ഈ ദിവസങ്ങളിലെല്ലാം ഭഗവാൻ ഒരു നൈവേദ്യം സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പഞ്ചാമൃതം നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ഭഗവാന് സമർപ്പിക്കാം. ഇല്ലാച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും മതിയാവും ഭഗവാൻ. അവലുണ്ടെങ്കിൽ അവലും മതിയാവും. ശർക്കര പായസം, നെയ് ചേർക്കാതെയൊക്കെ കുറച്ച് ശർക്കര പായസം ഭഗവാന് സമർപ്പിക്കുന്നതുമൊക്കെ ഏറ്റവും ഐശ്വര്യമാണ് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും ചിലർക്ക് ഇതൊന്നും സാധ്യമാവില്ല. ഫ്രൂട്ട്സ് ഉണ്ടാവില്ല, ശർക്കര പായസം കൊടുക്കാൻ കാണില്ല, പഞ്ചാമൃത ഭഗവാന് കൊടുക്കാൻ കാണില്ല, ഒന്നും വേണ്ട. ഭഗവത് നാമങ്ങൾ ചൊല്ലാൻ നമുക്കൊരു നാവുണ്ടല്ലോ, മനസ്സുണ്ടല്ലോ. ഇനി നാവ് കൊണ്ട് ഉറക്കെ ചൊല്ലണം എന്ന് പോലും ഇല്ല, മനസ്സിൽ ശാന്തമായിട്ടിരുന്ന് ചൊല്ലിയാലും മതിയാവും. ഭഗവാൻ ഇതൊക്കെ തന്നെ വലിയ വലിയ നൈവേദ്യങ്ങളാണ്. അതാണ് ഭക്തി നിറഞ്ഞ മനസ്സ് മാത്രം മതിയെന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 4-ാം ദിവസമായ ഒക്ടോബർ 25-ാം തീയതി ഒരു കപ്പ് പാല് ഭഗവാന് സമർപ്പിക്കാൻ കഴിയുന്നവര് ഭഗവാന് മുമ്പിൽ ആ ഒരു കപ്പ് പാല് നിലവിളക്കിന്റെ മുൻപിൽ, ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കുക. ഏറ്റവും ഐശ്വര്യമാണ്. മനസ്സിൽ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് മാറ്റി മനസ്സ് ശാന്തമാക്കുന്ന, ശുദ്ധമാക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു 4-ാം ദിവസമായ ഒക്ടോബർ 25 എന്ന് പറയുന്നത്. അതിന്റെ പ്രതീകമായിട്ടാണ് ഭഗവാന് നമ്മൾ അന്നേ ദിവസം പാല് സമർപ്പിക്കാൻ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 4-ാം ദിവസമായ ഒക്ടോബർ 25-ാം തീയതി സംരക്ഷണത്തിനും രക്ഷയ്ക്കും വേണ്ടിയിട്ട് ഭഗവാനെ ഓം ഗുഹായ നമ എന്ന മന്ത്രം ചൊല്ലാവുന്നതാണ്. ഗുഹയിലായ, അതായത് മനസ്സിന്റെ ആന്തരലോകത്തിൽ വസിക്കുന്ന ഭഗവാനെ നിനക്ക് നമസ്കാരം എന്നൊരർത്ഥമാണ് ഈ ഒരു മന്ത്രത്തിനുള്ളത്. മനസ്സിനുള്ളിലെ നമ്മുടെ സംശയങ്ങളും പേടികളും എല്ലാം മാറ്റിയിട്ട് ഭഗവാൻ ധൈര്യത്തിനായിട്ട് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓം ഗുഹായ നമ എന്ന മന്ത്രം ഭഗവാന്റെ നമ്മൾ ഈ 4-ാം ദിവസം ചൊല്ലേണ്ടതായിട്ടുള്ളത്. ഇനി 5-ാം ദിവസമായ ഒക്ടോബർ 26 എന്ന് പറയുന്നത് ധൈര്യവും വിജയവും നമുക്ക് പ്രധാനം നൽകുന്ന ദിവസമാണ്. 5-ാം ദിവസം ഭഗവാന്റെ മയിലിനെയും വേലിനെയും നമ്മൾ സ്മരിച്ചുകൊണ്ട് വേണം ദിവസം തുടങ്ങാനായിട്ട്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഓം വേൽ മുരുകായ നമ എന്ന ശക്തിപൂർവമായ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നിലവിളക്ക് കൊളുത്താനായിട്ട്. ഈ ദിവസം ആത്മധൈര്യത്തിന്റെ വിജയം നേടുന്ന ഒരു ദിവസം കൂടിയാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു ദീപം ഭഗവാന് വേണ്ടി തെളിയിച്ചു വെക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ 2 കുട്ടികളുണ്ടാവും, 3 കുട്ടികളുണ്ടാവും. അപ്പോൾ 3 നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 3 കുട്ടികളാണെങ്കിൽ എത്ര കുട്ടികളാണെന്ന് വെച്ചാൽ ആ അത്രയും കുട്ടികളുടെ പേരിൽ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ഒരു വിളക്ക് കൊളുത്തി വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അത് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ആ കുട്ടികളെ കൂട്ടിയിട്ട് ഓം വേൽമുരുകായ നമ എന്ന മന്ത്രം ചൊല്ലാനും ശ്രദ്ധിക്കുക കേട്ടോ. എത്രയും തവണ ചൊല്ലാം ഈ മന്ത്രങ്ങളൊക്കെ, ഇന്ന തവണ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് എത്രയും തവണ ചൊല്ലാമോ അത്രയും തവണ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ 6-ാം ദിവസമായ സ്കന്ദഷഷ്ഠി ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 27-ാം തീയതി തിങ്കളാഴ്ച. അന്നേ ദിവസം ഭഗവാൻ സൂര്യപത്മനെ ജയിച്ച ദിവസമാണ്. രാവിലെ ദീപം തെളിയിച്ചിട്ട് നമ്മൾക്ക് ഭഗവാനോട് പറയാം, മുരുക നീ ജയിച്ചതുപോലെ എന്റെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ ജയിപ്പിക്കണമേ. നമ്മൾക്ക് ഭഗവാന്റെ മുൻപിൽ മന്ത്രം ചൊല്ലാം, ഓം ശരവണ ഭവ സ്കന്ദായ നമ. ഈ മന്ത്രം ദിവസം മുഴുവൻ നമ്മുടെ നാവിലും മനസ്സിലും നിറയണം. അന്നേ ദിവസം ഉറപ്പായിട്ടും എല്ലാവരും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുക. തീർച്ചയായിട്ടും പോകാൻ മടിക്കരുത്. അന്നേ ദിവസം ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഭഗവാൻ അഭിഷേകം നടത്താവുന്നതാണ്. എന്തൊക്കെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത് അതൊക്കെ ക്ഷേത്രത്തിൽ നമ്മളുടെ ഒരു സാഹചര്യം അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പുഷ്പങ്ങൾ കൊണ്ടുപോയി കൊടുത്താലും ഭഗവാൻ അത്രയും സന്തോഷമാണ്. ഭഗവാൻ നമ്മളുടെ ഭക്തി നിറഞ്ഞ എന്റെ മുരുക, എന്റെ വേലായുധ സ്വാമി എന്നൊരു വിളി കേട്ടാൽ മാത്രം മതിയാവും. ചേർത്ത് പിടിക്കുന്ന ഭഗവാൻ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്. ഇനി ഒക്ടോബർ 27-ാം തീയതി സന്ധ്യയ്ക്ക് നമ്മൾക്ക് വ്രതം തീർന്ന ദിവസമാണ്. അതായത് ഷഷ്ടി വ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി നമ്മൾ നോച്ചിരിക്കുകയാണ്. അവസാന ആ രാത്രിയിൽ ദീപം തെളിയിച്ചുകൊണ്ട് ഭഗവാന്റെ മുൻപിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം, മുരുക ഈ 6 ദിവസത്തെ ഭക്തിക്ക് അനുഗ്രഹമായിട്ട് എന്റെ മനസ്സിലും വീട്ടിലും സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും എല്ലാം വന്ന് നിറയണേ. രോഗശാന്തിയും ദുരിതങ്ങളും പാപം എല്ലാത്തിൽ നിന്നും മുക്തി നൽകി സർവ്വവിധ മംഗളങ്ങളും ഭഗവാനെ ചേർത്ത് നൽകണമേ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു സങ്കല്പമായി എൻ്റെ ഒരു ആഗ്രഹം സമർപ്പിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും ഭഗവാൻ എനിക്ക് നടത്തി തരണമേ എന്ന് ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. നമ്മൾക്ക് അവസാന ദിവസം നമ്മൾക്ക് ചെറിയ എന്തെങ്കിലും ദാനം ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്താണോ ചെറുതായിട്ടൊരു ദാനം ചെയ്യാൻ കഴിയുക അത് നിങ്ങൾ ഈ ഷഷ്ടി ദിവസം ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്താലും മതിയാവും കേട്ടോ. ഒരു നന്മ ചെയ്യുക. അങ്ങനെ നമുക്ക് ആ ഒരു വ്രത ദിവസം പൂർണ്ണതയിലാക്കാൻ സാധിക്കും. നമ്മൾക്ക് മനസ്സിലാക്കേണ്ട സ്കന്ദഷഷ്ടി വ്രതം എന്ന് പറയുന്നത് ഒരു ആചാരമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആത്മയാത്രയാണ്. ഭഗവാൻ പറഞ്ഞതുപോലെ
ഒരടി മുന്നോട്ട് വെക്കൂ, ഞാൻ 100 അടി നിങ്ങളുടെ കൂടെ വരാം. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഈ 6 ദിവസങ്ങൾ അത്രമേൽ ശക്തിയുള്ള ദിവസങ്ങളാണ്. ഭക്തിയോടുകൂടി ചെയ്യുക. തീർച്ചയായിട്ടും ഫലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താഗ്രഹിച്ചിട്ടാണ് ഈ വ്രതം എടുക്കുന്നതെങ്കിലും സാക്ഷാൽ മുരുക ഭഗവാൻ നിങ്ങളോടൊപ്പം അതിന് കാവലിരുന്നിട്ട് നിങ്ങൾക്കത് നടത്തിത്തരും എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും സ്കന്ദഷഷ്ഠി വ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനിയും സംശയങ്ങൾ എന്തെങ്കിലും ബാക്കി മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.